ഹായ് ഗായ്സ്, വെൽക്കം ടു താനീസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ ടെൻസസ് എടുത്തിട്ട് അപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്ന എല്ലാവർക്കും പെട്ടെന്ന് പഠിച്ചെടുക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ്. അപ്പോൾ ഈ ടെൻസ് പഠിക്കാൻ എല്ലാവർക്കും കുറച്ച് മടിയാണ്. അപ്പോൾ നമ്മൾ പ്രസൻറ്റ് ടെൻസിലെ 4 ടെൻസ് പഠിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 8 ടെൻസസ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പഠിക്കാം. കാരണം അത് കുറേ ആൾക്കാർക്ക് ബോറായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പഠിച്ചെടുക്കാൻ കുറച്ച് പണിയാണ്. അവർക്ക് ഇതുപോലെയുള്ള സെൻറ്റൻസുകളാണ് വേണ്ടതെന്ന്. അപ്പോൾ നമുക്കത് പഠിക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഒരു വീട്ടിൽ നടക്കുന്ന, ഒരു ഓഫീസിലുള്ളത്, ഒരു കടയിലുള്ളത്, അങ്ങനെയുള്ള സെൻറ്റൻസുകൾ ഒക്കെ ആയിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുപോലെയുള്ളത് പഠിക്കാം. അതിനിടയിൽ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള ടെൻസസും കൂടി പഠിക്കാം. അപ്പം ഇന്ന് നമ്മൾ വീട്ടിൽ നടക്കുന്ന, അതായത് വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് കുട്ടി കുട്ടി സെൻറ്റൻസുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. വീട്ടിൽ നടക്കുന്ന, അതായത് വീട്ടിൽ ഉപയോഗിക്കുന്ന കുട്ടി കുട്ടി സെൻറ്റൻസുകളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് 35ാമത്തെ ദിവസമാണ്. കുറേ ആൾക്കാർ ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തം ആൾക്കാർ ഫോളോ ചെയ്യുന്നില്ലെങ്കിലും നമുക്ക് ഫോളോ ചെയ്യുന്ന, ഇത് പഠിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് മുന്നോട്ട് വന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് എന്തായാലും ഇതിട്ട് കൊടുക്കണം. അവരിത് കറക്റ്റ് ഫോളോ ചെയ്ത് പഠിച്ച് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എന്തൊക്കെ ഉണ്ടെങ്കിലും അവർ അഭിപ്രായങ്ങൾ പേഴ്സണലായിട്ട് പറയുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട്? ഹൗ മെനി ചിൽഡ്രൻ ഡു യു ഹാവ്? ഇങ്ങനെ പറയും. നമ്മൾ സാധാരണ കാണുമ്പോൾ ചോദിക്കുന്നതാണ്, നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട്? ഹൗ മെനി ചിൽഡ്രൻ ഡു യു ഹാവ്? ഇപ്പം നമ്മളെ വീട്ടിൽ ഒരാൾ വന്നു. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ചിലപ്പോൾ നമ്മളോട് ചോദിക്കാം, നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട്? ഹൗ മെനി ചിൽഡ്രൻ ഡു യു ഹാവ്? ഹൗ മെനി ചിൽഡ്രൻ ഡു യു ഹാവ്? നെക്സ്റ്റ്, ഇന്നത്തെ പുതിയ പലഹാരം എന്താണ്? വാട്ട് ന്യൂ ഡിഷ് ഈസ് മെയ്ഡ് ടുഡേ? ഇന്നത്തെ പുതിയ പലഹാരം എന്താണ്? വാട്ട് ന്യൂ ഡിഷ് ഈസ് മെയ്ഡ് ടുഡേ? വാട്ട് ന്യൂ ഡിഷ് ഈസ് മെയ്ഡ് ടുഡേ? നനഞ്ഞ വസ്ത്രങ്ങൾ വെയിലത്തിടൂ. അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീനിൽ തുണി എന്നിട്ട് ചിലപ്പം ബക്കറ്റിൽ ഇട്ടിട്ടുണ്ടാകും. എന്നിട്ട് നമ്മൾ കൊച്ചുങ്ങളോട് പറയും, അല്ലെങ്കിൽ വീട്ടിലുള്ള വേറെ ആരോടെങ്കിലും, ഇപ്പോൾ അമ്മമാരാണെങ്കിൽ മക്കളോട്, അല്ലെങ്കിൽ മുത്തശ്ശിമാരാണെങ്കിൽ കൊച്ചുമക്കളോടൊക്കെ പറയും, നനഞ്ഞ വസ്ത്രങ്ങൾ വെയിലത്തിടൂ. ഇങ്ങനെ പറയും, put the wet clothes in the sun. Put wet clothes in the sun. Put wet clothes in the sun. അപ്പം നനഞ്ഞ വസ്ത്രങ്ങൾ വെയിലത്തിടുന്ന എങ്ങനെ പറയും? Put wet clothes in the sun. ഞാൻ തയ്യാറാകട്ടെ. അതെങ്ങനെയാണ്? നമ്മളിപ്പം വീട്ടിലുള്ള എല്ലാവരും കൂടി പുറത്ത് പോകാൻ വിചാരിക്കുവാണെന്ന് വിചാരിച്ചോ. ആ സമയത്ത് ഹസ്ബൻഡ്സും കുട്ടികളൊക്കെ പെട്ടെന്ന് റെഡിയാവും. അപ്പോൾ എല്ലാവരെയും ഒന്ന് റെഡിയാക്കി, മക്കളെയൊക്കെ റെഡിയാക്കി, എന്നിട്ടാണ് ലാസ്റ്റ് നമ്മൾ ഹൗസ് വൈഫുമാർ റെഡിയാകുക. അപ്പോൾ ഞാൻ ഇനി തയ്യാറാകട്ടെ. ലെറ്റ് മീ ഗെറ്റ് റെഡി. ഞാൻ ഇനി തയ്യാറാകട്ടെ. ലെറ്റ് മീ ഗെറ്റ് റെഡി. ഇങ്ങനെ പറയാം, ഞാൻ ഇനി തയ്യാറാകട്ടെ. ലെറ്റ് മീ ഗെറ്റ് റെഡി. താങ്കൾക്ക് സ്വാഗതം. ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് ഏതെങ്കിലും ഒരു ഗസ്റ്റ് വന്നു എന്ന് വിചാരിച്ചോ. ഗസ്റ്റ് വരുന്ന സമയത്ത് നമ്മളെന്ത് പറയും? ഒരു ഗസ്റ്റ് വരുമ്പം താങ്കൾക്ക് സ്വാഗതം. യു ആർ വെൽക്കം. യു ആർ വെൽക്കം. താങ്കൾക്ക് സ്വാഗതം എന്നെങ്ങനെ പറയും? യു ആർ വെൽക്കം. യു ആർ വെൽക്കം. അവൻ വളരെ പരുഷമായി പെരുമാറി. ചിലപ്പം നമ്മളെ വീട്ടിൽ നടക്കുന്ന ചെറിയ ചെറിയ കുട്ടി വഴക്കൊക്കെ ഉണ്ടാവും. അതിലിടയിൽ ചില ആൾക്കാർ വളരെ ഹാർഷായിട്ട് സംസാരിക്കും. അപ്പോൾ അവൻ വളരെ മോശമായി പെരുമാറി, അതായത് പരുഷമായി പെരുമാറി എന്നെങ്ങനെ പറയും? ഹി ബിഹേവ്ഡ് വെരി റൂഡ്ലി. ഹി ബിഹേവ്ഡ് വെരി റൂഡ്ലി എന്ന് പറയും. അപ്പോൾ അത് അവൻ വളരെ പരുഷമായി പെരുമാറി. ഹി ബിഹേവ്ഡ് വെരി റൂഡ്ലി. എനിക്കിനി ഒട്ടും കാത്തിരിക്കാൻ വയ്യ. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകാൻ വേണ്ടി എല്ലാവരും റെഡിയായി. അപ്പോൾ ഒരാൾ മാത്രം റെഡി ആയിട്ടില്ല, കുറേ സമയം എടുക്കുന്നു. അപ്പോൾ നമുക്ക് ദേഷ്യമുണ്ട്. എനിക്കിനി ഒരു മിനിറ്റ് പോലും കാത്തിരിക്കാൻ വയ്യ. എനിക്കിനി കാത്തിരിക്കാൻ വയ്യ എന്നുള്ള. ഐ കാൻ വെയിറ്റ് എനി ലോങ്ങർ. ഐ കാൻ വെയിറ്റ് എനി ലോങ്ങർ. എനിക്ക് ഉറക്കം വരുന്നു. അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ പഠിച്ച് ചില സമയം കിടക്കുന്നതിന് മുമ്പേ തന്നെ പറയും, എനിക്ക് ഉറക്കം വരുന്നു. ഐ ആം ഫീലിംഗ് സ്ലീപ്പി. ഐ ആം ഫീലിംഗ് സ്ലീപ്പി. അകത്താരുമില്ല. അതെങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ ഉപയോഗിക്കുക?
ചിലപ്പോൾ നമ്മൾ എവിടെയും പോയി എന്നിട്ട് നമ്മളൊരു റൂമിലേക്ക് കയറാൻ ഒരു മടി കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മളോട് പറയും അതിൻ്റെ അകത്ത് ആരുമില്ല. ദർ ഈസ് നോബഡി ഇൻസൈഡ്. ദർ ഈസ് നോബഡി ഇൻസൈഡ്. ഇനി പോയി ഉറങ്ങ്. അപ്പോൾ പഠിച്ചൊക്കെ കഴിഞ്ഞ് ഫുഡെല്ലാം കഴിഞ്ഞ് ബ്രഷ് ചെയ്തതിന് ശേഷം നമ്മൾ കുട്ടികളോട് പറയും ഇനി പോയി ഉറങ്ങ്. നൗ ഗോ ടു സ്ലീപ്പ്. നൗ ഗോ ടു സ്ലീപ്പ്. ഞാൻ നിമിഷത്തിനുള്ളിൽ തയ്യാറാകാം. ഐ വിൽ ബി റെഡി ഇൻ എ മൊമെൻറ്റ്. ഐ വിൽ ബി റെഡി ഇൻ എ മൊമെൻറ്റ്. ഞാൻ നിമിഷത്തിനുള്ളിൽ റെഡിയാവാം. ഐ വിൽ ബി റെഡി ഇൻ എ മൊമെൻറ്റ്. ഞാൻ നിമിഷത്തിനുള്ളിൽ റെഡിയാവാം എന്നെങ്ങനെ പറയും? ഐ വിൽ ബി റെഡി ഇൻ എ മൊമെൻറ്റ്. ഞാൻ അല്പം വിശ്രമിക്കട്ടെ. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കി കൊച്ചുങ്ങളെ സ്കൂളിൽ വിട്ട് ഉച്ചക്കത്തെ ഫുഡെല്ലാം ഉണ്ടാക്കി. അപ്പോൾ അവർ വരുന്നതിന് മുമ്പ് ചിലപ്പോൾ ഉച്ചക്ക് ചില ആൾക്കാർ കുറച്ച് സമയം ഉച്ചക്ക് മയങ്ങും, അതായത് ഉച്ചമയക്കം. അപ്പോൾ ഐ വിൽ ബി റിലാക്സ് ഫോർ എ വൈൽ. ഞാൻ കുറച്ച് സമയം വിശ്രമിക്കട്ടെ എന്നെങ്ങനെ പറയും? ചിലപ്പം ഐ വിൽ ബി റിലാക്സ് ഫോർ എ വൈൽ. നമ്മുടെ വീട്ടിൽ വന്നവരോട് നമ്മൾ കസേരയിൽ ഇരിക്കും എന്നെങ്ങനെ പറയും? ഹാവ് എ ചെയർ. ഹാവ് എ ചെയർ. നമ്മുടെ വീട്ടിൽ വന്നവരോട് നമ്മുടെ കസേരയിൽ ഇരിക്കും എന്നെങ്ങനെ പറയും? ഹാവ് എ ചെയർ. അകത്ത് വരും എന്നെങ്ങനെ പറയും? ഒരു ഗസ്റ്റ് നമ്മുടെ വീട്ടിന് വന്ന് കോളിംഗ് ബെൽ അടിച്ചു. അപ്പോൾ നമ്മൾ അകത്ത് വരും എന്നെങ്ങനെ പറയും? പ്ലീസ് കമ്മിങ്. പ്ലീസ് കമ്മിങ്. എന്നിട്ട് ഇരിക്കാൻ എങ്ങനെ പറയും? പ്ലീസ് ബി സീറ്റഡ്. പ്ലീസ് ബി സീറ്റഡ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ സംസാരിക്കുന്ന സെൻറ്റൻസുകൾ, അതായത് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ പഠിച്ചെടുക്കുക, എന്നിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുക. പിന്നെ നമ്മുടെ ലൈഫിൽ എല്ലാവരുടെ ലൈഫിലും സന്തോഷവും സങ്കടമൊക്കെ മാറി മാറി വരും. നമ്മുടെ അപ്പം പാസ്റ്റും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ലൈഫ് ഒരു കാലത്തും മുന്നോട്ട് പോവില്ല. അപ്പോൾ പാസ്റ്റിനെ, അതായത് ഞാൻ ഈ പറയുന്ന സമയം തൊട്ട് മുന്നേ വരെയുള്ള സമയത്തിനെ നമ്മളങ്ങ് ഒഴിവാക്കി എന്നിട്ട് പ്രസൻറ്റിൽ ജീവിക്കാൻ പഠിക്കുക. അതായത് ഇപ്പം ഈ സമയം എന്താണോ അത് ആസ്വദിച്ച് ജീവിക്കാൻ പഠിക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ ലൈഫ് ഹാപ്പി ആവുകയുള്ളൂ. അല്ലാണ്ട് പാസ്റ്റിൽ ഇങ്ങനെ സംഭവിച്ചു, അങ്ങനെയായിരുന്നു, എനിക്കൊന്നുമില്ലായിരുന്നു, ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് എപ്പോൾ മാറ്റുന്നു, പിന്നെ നമുക്കുള്ളതിനെ കൊണ്ട് നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പഠിച്ചാൽ നമ്മുടെ ലൈഫ് ഹാപ്പി ആയിരിക്കും. അപ്പോൾ പാസ്റ്റിനെ ഡെഡ് അല്ലെ കിൽഡ്, എന്നിട്ട് പ്രസൻറ്റിൽ ജീവിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.